വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. റീസെൻ്റ്ലി എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. പക്ഷേ ഡ്രോയിങ് അറിയാത്തവർക്ക് കവായി സ്റ്റിക്കേഴ്സ് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഡ്രോയിങ് അറിയാത്തവർക്ക് പോലും എങ്ങനെയാണ് ഈസി ആയിട്ട് കവായി സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഡ്രോയിങ് അറിയാത്തവർക്ക് എങ്ങനെ വരച്ചെടുക്കാം എന്നൊരു ടിപ്പും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. ഇപ്പോൾ പറഞ്ഞു വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ നിന്ന് നമുക്ക് വേണ്ട കവായി സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്തെടുക്കാട്ടും. അത് കഴിഞ്ഞിട്ട് പേപ്പർ കോപ്പി ആപ്പിൽ പോയിട്ട് ആ പിക്ചർ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് വോളിയം ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കാവും. പിന്നെ എന്തൊക്കെ ചെയ്താലും അത് അൺലോക്ക് ആവത്തില്ല. പിന്നെ വോളിയം ഡൗൺ ബട്ടൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താണ് അത് അൺലോക്ക് ആവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്പ്. ഡ്രോയിങ് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ടിപ്പ്. ഫസ്റ്റ് തന്നെ ഞാനൊരു മഷ്റൂമാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ദീപൂരും ഐസ്ക്രീം വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൽ വരച്ചപ്പോൾ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ വരയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കളർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മഷ്റൂമിനായി തന്നെ ഒരു റെഡ് കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു റൗണ്ടൊക്കെ വരച്ചില്ലേ, അതിന്മേയൊക്കെ നമ്മൾ കളറ് ഇടാതെ തന്നെ അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് അവിടെ വൈറ്റായിട്ട് തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇലയ്ക്ക് ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് പെൻ കൊണ്ട് ആ ഒരു ബ്ലഷ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് സ്കെച്ച് വയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റുള്ള ആ ഒരു ഐസ്ക്രീമിനെ നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഐസ്ക്രീം കാണാനായിട്ട്. രണ്ടും നല്ല ഇഷ്ടമായി. നല്ല ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുണ്ട്. അതിന് ഐസ്ക്രീമിന് കളർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ മുകളിലത്തെ ഭാഗം നമ്മൾ വൈറ്റായിട്ട് നിർത്തുവാണ്. അതിൽ ക്രീം ഒഴിച്ച പോലെ രീതിയിൽ. പിന്നെ അതിൽ കുറച്ച് ടോപ്പിങ്സ് ഉള്ള പോലെ നിൽക്കാനായിട്ട് നമ്മൾ അവിടെ കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചു കൊടുത്തു. കുറച്ച് ബ്ലഷൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഔട്ട്ലൈനൊക്കെ കൊടുത്തു കേട്ടോ നമ്മൾ. അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, വരച്ചതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറച്ച് വൈറ്റ് സ്പേസ് വെച്ചിട്ട് അങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ സ്റ്റിക്കേഴ്സിനൊക്കെ അങ്ങനെയല്ലേ, അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മഷ്റൂമിൻ്റെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഐസ്ക്രീമിൻ്റെയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് സ്പേസ് നിർത്തിയിട്ട്. ഇനി ഇതിനെ നമുക്ക് പശയൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം എന്നതാണല്ലോ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. സ്റ്റിക്കറാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ പറിച്ചൊട്ടിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ പശയൊന്നും വെച്ച് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് കുറച്ച് സെലോ ടേപ്പിൻ്റെ സ്പേസ് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ ചുറ്റിനും സെലോ ടേപ്പ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഒട്ടിപ്പിൽ അങ്ങോട്ട് ഒട്ടും. കണ്ടോ, നിങ്ങൾ സൈഡിൽ കാണാനില്ലേ, പിക്ചർ കഴിഞ്ഞിട്ടും സൈഡിലൊരു സെലോ ടേപ്പ് കാണാറില്ലേ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒട്ടുന്നതല്ല. അത് നമ്മളിനി പശയൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്കിങ്ങനെ പീൽ ചെയ്തിട്ട് അങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മുടെ 2 സ്റ്റിക്കേഴ്സ് നമ്മൾ ബട്ടർ പേപ്പറിൽ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഞാൻ 2 എണ്ണ ഉണ്ടാക്കിയുള്ളൂ എന്നല്ല കേട്ടോ. ഞാൻ 2 ദിവസം മുന്നായിട്ട് ഈ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഗായ്സ്, നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും. അപ്പം ഇത് 2 എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇതും കൂടെ കാണിച്ചു തരുന്നത്. ഞാൻ മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിലെൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഇതാണ്. ഇതും കൂടി ആയപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. സോ ഇതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ലുക്ക്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിൽ. ഇതാകുമ്പം പെട്ടെന്ന് പശ പോകത്തൊന്നുമില്ല. നല്ല പശയാണ് സെലോ ടേപ്പിനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സെലോ ടേപ്പിന് ഇത്ര പശ പോകത്തൊന്നുമില്ല. പിന്നെ ബട്ടർ പേപ്പറിൽ ഒട്ടിച്ച് വെച്ചതാണ് ആയതുകൊണ്ട് തന്നെ പിന്നെ പറിച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ A4 ഷീറ്റിൽ കുറച്ച് എണ്ണ തേച്ചിട്ടായാലും ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് എണ്ണയൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ചും ഇങ്ങനെ ഫുള്ളായിട്ട് സെലോ ടേപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഫുള്ള് സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റിക്കേഴ്സ് വെച്ചാലും ഈസി ആയിട്ട് പറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരേക്കും ദിസ് സൻഷിക സൈനിങ് ഓഫ്.